ഗുഡ് മോർണിംഗ് ഫ്രം ദ കക്കശ്ശേരീസ് ഹൗസ്. എൻ്റെ ജീവിതത്തിലെ ഒരു ദിവസത്തിലേക്ക് നിങ്ങളും കൂടെ പോകുന്നുള്ളൂ. നാട്ടിലെത്തിയതിനു ശേഷം എൻ്റെ രീതികളൊക്കെ കുറച്ച് മാറി. രാവിലെ എണീറ്റ് പുറത്തേക്ക് ഇറങ്ങി പച്ചപ്പ് നോക്കി നിൽക്കാൻ എന്ത് രസമല്ലേ. ഇങ്ങനെ ഒരു 10-15 മിനിറ്റെങ്കിലും ഡെയിലി സ്പെൻഡ് ചെയ്യാറുണ്ട്. അതിനുശേഷം ഞാൻ യോഗ ചെയ്യാറുണ്ട്, സൂര്യ നമസ്കാരം ചെയ്യും. എന്നിട്ടാണ് ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തു തുടങ്ങുകയുള്ളൂ. ഇങ്ങനെയൊരു ദിവസം സ്വപ്നത്തിൽ മാത്രമേ നടക്കൂ. സ്വപ്നത്തിൽ നിന്നും പറയാൻ പറ്റില്ല. ഇപ്പോഴത്തെ സ്വപ്നമെല്ലാം ന്യൂ ജനറേഷൻ സിനിമ പോലെ റിയലിസ്റ്റിക് ആയിരുന്നു. അതുകൊണ്ട് ഇങ്ങനെയല്ല എൻ്റെ ഡേ ഇൻ മൈ ലൈഫ്. ആക്ച്വൽ ഡേ ഇൻ മൈ ലൈഫ് ഇതാ വരുന്നു. അപ്പോൾ ശരിക്കുമുള്ള ഡേ ഇൻ മൈ ലൈഫിലേക്ക് വെൽക്കം. ഫസ്റ്റ് തന്നെ ചായക്ക് ഇച്ചിരി വെള്ളം വയ്ക്കും. ചായയല്ല, കട്ടന് ഇത്തിരി വെള്ളം വയ്ക്കും. എന്നിട്ട് ഞാൻ കുറച്ച് ഫ്രീലാൻസ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും മെയിൽസ് ഉണ്ടോ, ഫോളോ അപ്പ് ഉണ്ടോ എന്നുള്ളത് അത് ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്ത് കുറച്ചാകുമ്പോഴേക്കും കുട്ടീസുകൾ എണീറ്റ് വരുന്നോളും. അവർ വന്നാൽ പിന്നെ അവരുടേതായ ഡിമാൻഡ്സ്, പാല് വേണം, ഫുഡ് വേണം, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കിടക്കും. സോ അവർ എണീക്കുന്നതിന് മുമ്പ് ചെയ്യാൻ പറ്റുന്നത് ചെയ്യും. ഈ കാണുന്നതാണ് ഇലക്ട്രിക് ചിരവ. അത് അമ്മ അവിടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അമ്മ ഓൺലൈനിൽ എങ്ങനെയോ വാങ്ങിയതാണ് തോന്നുന്നു. പക്ഷേ സംഭവം ഈസിയാണ്. ജസ്റ്റ് ഓൺ ചെയ്ത് പിടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ചിരവാൻ പറ്റും. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലിയും സാമ്പാറും ചട്നിയുമാണ്. എന്നെ ഹെൽപ്പ് ചെയ്യണ മെയിൻ ഒരാൾ നമ്മുടെ ഷാമൂസ. ഷീറ്റ് മാറാനും തിലോക്കാർ വരാനൊക്കെ ഹെൽപ്പ് ചെയ്യണ കണ്ട. ഒരു ദിവസം ബെഡ്ഷീറ്റ് ചേഞ്ച് ചെയ്യാം. അപ്പം ഇന്ന് ബെഡ്ഷീറ്റ് കഴുകുന്ന ദിവസമായിരുന്നു. ഷാമൂസ് പില്ലോസ് ഇതാ ഡ്രൈ ചെയ്തുകൊണ്ടിരിക്കണ്ട, മുഖത്തിടല്ലേ. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു, തുണി അലക്കൽ പരിപാടി കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ലഞ്ചിനുള്ള പ്രിപ്പറേഷൻസ് നോക്കണം. പക്ഷെ ലഞ്ചിന് ഇന്നലത്തെ മീൻകറി കുറച്ചിരിപ്പുണ്ട്. എന്തെങ്കിലും തോരൻ വെച്ചിട്ട് ചോറും വെച്ചാൽ ലഞ്ചിൻ്റെ പരിപാടി കഴിഞ്ഞു. കുറച്ചും ഷോർട്ട്സ് എല്ലാം ഇങ്ങനത്തെ ഡ്രോയിൻ്റെ അകത്ത് അടിച്ചേക്കണം. അതാകുമ്പോൾ എടുക്കാൻ എളുപ്പമാണ്. കാരണം അവിടെ ചെറിയ ചെറിയ ഐറ്റംസ് അല്ലേ. വലിയ ഷെൽഫിൽ വയ്ക്കുമ്പോൾ അതിങ്ങനെ മിസ്സായി പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഡ്രോയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ എടുക്കാനും എളുപ്പമാണ്. ഞാനിപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇങ്ങനെ കുറേ പച്ചക്കറികൾ, ബ്രോക്കോളി, ബീൻസ്, ക്യാരറ്റ്, തക്കാളി, മത്തങ്ങ അതെല്ലാം കൂടെ ഒരുമിച്ചിട്ട് വേവിച്ച് ഫ്രിഡ്ജിൽ വയ്ക്കും. എന്നിട്ട് ഡെയിലി ഇതിൽ നിന്ന് കുറേശ്ശെ ക്വാണ്ടിറ്റി എടുത്ത് ഒന്ന് ചെറുതായിട്ട് റോസ്റ്റ് ചെയ്തിട്ട് അതിൽ ചോറും കൂടി മിക്സ് ചെയ്തിട്ട് കൊടുത്താൽ 2 പേർക്കും ഇഷ്ടമാണ്. അപ്പോൾ കുട്ടികൾ പച്ചക്കറിയും കഴിച്ചു, ഹെൽത്തി ഫുഡുമായി. സൈഡ് ഡിഷായിട്ട് ഫിഷ് ഫ്രൈയോ ചിക്കൻ ഫ്രൈയോ അങ്ങനെ എന്തെങ്കിലും വെക്കാറുണ്ട്. ലോക്ക്ഡൗൺ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ചക്കക്കുരു എനിക്കൊരു ഫേവറേറ്റ് ആണ്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ലഞ്ചിന് ചക്കക്കുരു മെഴുക്കുവരട്ടിയും കൂടെയുണ്ട്. ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഷാണത്. വീട്ടിലിപ്പോൾ ഞങ്ങളിവിടെ എൻ്റെ പേരൻസ് ഉണ്ട്, മമ്മിയും ബാവയും ഉണ്ട്. അവരിവിടെ ലോക്ക്ഡൗൺ ഒക്കെ ആയിട്ട് ഇവിടെ പെട്ട് കിടക്കുകയാണ്. 2 പേരുടെ മെയിൻ ഹോബി എന്ന് പറഞ്ഞാൽ വായനയാണ്. പിന്നെ ബാവയുടെ ഒരു ഹോബി എന്ന് പറഞ്ഞാൽ പാട്ട് പാടുന്നുണ്ട്. പാട്ട് പാടുന്നൊരു സ്വഭാവമുണ്ട്. സ്മ്യൂളിലൊക്കെ അതുപോലെ പാട്ട് റെക്കോർഡ് ചെയ്ത് ഡ്യൂറ്റൊക്കെ പാടി ബാവ പോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് ബാവ എന്താ ചെയ്യാൻ നോക്കാം. പറ്റുമെങ്കിൽ ബാവനെ കൊണ്ടൊരു പാട്ടും പഠിക്കാം. ബാവയുടെ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. മമ്മി എന്താ ചെയ്യണേ? മമ്മിയുടെ കുറേ ബുക്കുകൾ സ്റ്റോക്ക് ഉണ്ട്. മമ്മി അതൊക്കെ വായിച്ചുകൊണ്ടിരിക്കുക. അതൊക്കെ വായിച്ച് പഠിച്ചോ? പഠിച്ചു. ബാവ എന്നേത് പാട്ടാ പാടണേ? ഒരു പഴയ പാട്ട്, നമ്മുടെ അഴകിയ രാവണൻ്റെ മമ്മൂട്ടിൻ്റെ ഒരു പഴയ ഓർമ്മകളൊക്കെ കാണുന്ന കാവ്യമാധവനൊക്കെ വരും. ആ പാട്ടാണ്. പെണ്ണില ചന്ദനക്കിണ്ണം ഉന്നപടക്കായലിൽ വീഴേ കുഞ്ഞിളം കയ്യിൽ മെല്ലെ കോരിയെടുക്കാൻ ഉണ്ടകൻ കൊയ്ത്ത് കഴിഞ്ഞ് ആറ്റക്കിളി പോകും നേരം മഞ്ഞണി തൂവൽ കൊണ്ടൊരു കൊടുക്കാൻ കാലിമീയുന്ന പുല്ലാനി കാട്ടിൽ കണ്ണിമാങ്ങ കടിച്ചു നടക്കാം, കാറ്റിൻ പാദസരം കിട്ടിക്കാം, ഒന്നി മഞ്ചാടി കുഞ്ഞിലെ. ഡെയിലി സ്മ്യൂളിൽ പാടും. അപ്പോൾ ഡെയിലി സ്മ്യൂളിൽ ഒരു 3-4 പാട്ടൊക്കെ പാടാറുണ്ട്. ചില സമയത്തൊന്നും പാടാൻ പറ്റൂല. ഇവിടെ വന്നപ്പോൾ പാട്ട് കുറഞ്ഞു പോയി. അവിടെ ഉള്ളപ്പോൾ ഇടയ്ക്കൊക്കെ 5-6 പാട്ടൊക്കെ പാടും. മമ്മിനെ കൊണ്ട് ഡ്യൂറ്റ് പാടിക്കൂടെ? മമ്മിനായിട്ട് ഡെയിലി ഡ്യൂറ്റ് പാടാറുണ്ടല്ലോ. മമ്മിക്ക് പാടാൻ പറ്റും? അമ്മേ പാടാറുണ്ട്, പക്ഷെ മമ്മി പബ്ലിക്കായിട്ട് പാടും. ഫുഡ് കഴിച്ച് സാമൂസ് പതുക്കെ ഉറക്കമായി. ഡാനിനെ ഉറക്കാൻ കൊണ്ടതാണ്. അവൻ അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടി കുറേ നേരം കളിച്ചിട്ടേ അവൻ ഉറങ്ങുള്ളൂ. അങ്ങനെ ലഞ്ച് കഴിഞ്ഞു, പിള്ളേർ 2 പേരും ഉറങ്ങി. ഇത് കുറച്ച് ടൈം ഫ്രീ ടൈം കിട്ടുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ സമയത്ത് ബുക്ക് വായിക്കണം, സിനിമ എന്തെങ്കിലും കാണണം എന്നൊക്കെ വിചാരിച്ച് എല്ലാ ദിവസവും വരും. പക്ഷേ
അതുപോലെ 5 മിനിറ്റ് ആകുമ്പോഴേക്കും ഞാൻ ഉറങ്ങിപ്പോകും. പിന്നെ എൻ്റെ ബുക്കിൻ്റെ ബോക്സ് ഒന്നും കൊണ്ടുവരാൻ പറ്റിയില്ല. വെയിറ്റ് കൂടുതലായത് കാരണം അത് നെക്സ്റ്റ് ടൈം ജെഫ് വരുമ്പോൾ കൊണ്ടുവരാമെന്ന് വിചാരിച്ച് ഖത്തറിൽ തന്നെ വെച്ചു. ലാസ്റ്റ് ടൈം ആയപ്പോൾ ജോൺ, അതായത് ഞങ്ങൾ യൂട്യൂബ് വഴി പരിചയപ്പെട്ട ഫ്രണ്ടായ ബോംബെ ജോൺ തന്ന ബുക്ക് എല്ലാം, കുറേ ബുക്സ് എല്ലാം ഖത്തറിൽ തന്നെ ഇരിക്കുന്നുണ്ട്. വായിക്കാത്ത ഒത്തിരി ബുക്സ് ഉണ്ട്. ഒന്നും കൊണ്ടുവരാൻ പറ്റിയില്ല. ഇവിടെ ഒന്നും പുറത്ത് ഷോപ്സ് ഒന്നും ഇല്ലാത്ത കാരണം ആ കയ്യിലുള്ള ബുക്ക് ഇതാണ്. കൊറോണ സമയത്ത് വായിക്കാൻ പറ്റിയ ബുക്ക് അല്ലേ. ഇതാണെങ്കിൽ ഇത് അത്രയേ ഉള്ളൂ. ഒരു ഔട്ട്ലുക്കിൻ്റെ കൂടെ വന്നൊരു ബുക്കാണ് തോന്നുന്നു. ഇത് വായിക്കാനുള്ളൊരു മൂഡ് എന്തായാലും എനിക്കിപ്പോൾ ഇല്ല. അപ്പോൾ ഡേ ഇൻ മൈ ലൈഫിൽ ഞാനെന്താ ഈ വേഷം നിൽക്കുന്നത് നിങ്ങൾ വിചാരിക്കണ്ടോ? എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളൊരു ഡോണ്ട് റഷ് ചാലഞ്ച് എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമിലും ടിക്ടോക്ക് കുറച്ച് ഫ്രണ്ട്സായിട്ട് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്നാണ് അതിൻ്റെ ട്രയൽ, അതിൻ്റെ വേഷം ആണ് ഇത്. ഫുൾ ഔട്ട്ഫിറ്റിൻ്റെ വീഡിയോ കണ്ടെങ്കിൽ ജസ്റ്റ് ഞാൻ ഫോൺ ഹാൻഡ് ഓവർ ചെയ്യട്ടെ. അപ്പോൾ ഇതാണ് ഫുൾ ഔട്ട്ഫിറ്റ്. ഞാൻ ഖത്തറിൽ നിന്ന് വാങ്ങിയത് തന്നെയാണ്. ഫാഷൻ ആൻഡ് മോർന്ന് ബർവ വില്ലേജിലുള്ള ഒരു കടയാണ്. ഒന്നല്ല 2 മഴവിലാണ് എൻ്റെ തൊട്ട് പുറകിൽ. ഞാൻ ഇതിനു മുന്നേ ചെയ്ത ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വൈകുന്നേരം 4 to 8 ഞാൻ മൊബൈലിൽ നിന്ന് ഒരു ബ്രേക്ക് എടുത്തിട്ട് കുട്ടികളുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാറുണ്ടെന്ന്. അപ്പോൾ ആ മൊബൈലിൽ നിന്ന് ബ്രേക്ക് എടുക്കുന്ന റുട്ടീനിൽ ഇപ്പോൾ കുറച്ച് ചേഞ്ച് വന്നിട്ടുണ്ട്. അതായത് ഞങ്ങളിപ്പോൾ നാട്ടിലെത്തിയിട്ട് 2 months ആയിട്ടുള്ളൂ. അപ്പോൾ എല്ലാം സെറ്റായി വരണുള്ളൂ. പിന്നെ എൻ്റെ ഡേ ഓൾറെഡി എന്ന് പറയാം, മറ്റേത് ഇങ്ങനെ ഒരു പെർഫെക്റ്റ് ടൈം ടേബിൾ പോലെ പോയിക്കൊണ്ടിരുന്നു. ഇവിടെ ജസ്റ്റ് സെറ്റായി വരുന്നുള്ളൂ. പിന്നെ പിള്ളേർ സ്കൂളിൽ പോയി തുടങ്ങിയിട്ടില്ല, ലോക്ക്ഡൗൺ കൊറോണ എല്ലാ കാരണം. സോ ആ ഒരു 4 to 8 വൈഫൈ എല്ലാം ബ്രേക്ക് എടുക്കുന്നത് ഞാനിപ്പോൾ കുറച്ച് ഒരു 2 months ആയിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാലും വൈകുന്നേരം കുറച്ച് നേരം ഞാൻ ഇവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്, അവരുമായിരുന്നു കളിക്കാൻ വേണ്ടിയിട്ട്. ഇവരുടെ ടോയ്സിൻ്റെ ബോക്സ് എല്ലാം ഖത്തറിൽ സ്റ്റക്കാണ്. ഈ കാർഗോ ഒന്നും ഇപ്പോൾ വർക്കാവാത്ത കാരണം കയ്യിലുള്ള ലിമിറ്റഡ് സപ്ലൈസ് വെച്ചിട്ടാണ് ഇപ്പോൾ അവർ 2 പേരും കളിച്ചുകൊണ്ടിരിക്കുന്നത്. താഴെ ഒരു പ്ലേ ഏരിയ ഒക്കെ ഉണ്ട്, പക്ഷേ ആരും അവിടെ പോകുന്നില്ല. ഈ ലോക്ക്ഡൗൺ കഴിയണമായിരിക്കും അങ്ങോട്ട് പ്ലേ ഏരിയയിലെ കുട്ടികളാരും പോകണ്ടെന്ന് ഇൻസ്ട്രക്ഷൻ ഉണ്ട്. ഇവിടെ ഗൾഫിലൊക്കെ മഴ പെയ്യും, പക്ഷെ എന്നാലും നമ്മുടെ നാട്ടിൽ, നമ്മുടെ കേരളത്തിലത്തെ മഴയ്ക്ക് ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. പക്ഷെ അത് ഗൾഫിലിരിക്കുമ്പോൾ ഭയങ്കര നൊസ്റ്റ് വരുന്നു, മഴ മിസ് ചെയ്യുന്നത്. പക്ഷെ പണ്ടൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്ത് മഴ എനിക്ക് ഭയങ്കര ദേഷ്യമാണ്. കാരണം യൂണിഫോം കേടാകും, ബസ്സിലാകെ ചീഞ്ഞളിഞ്ഞ തിരക്കാകും, സ്കൂളിലെത്തിയ ബാഗൊക്കെ നനഞ്ഞുണ്ടാവും, ബുക്ക് നനഞ്ഞുണ്ടാവും. അങ്ങനെ ദേഷ്യമായിരുന്നു മഴ. പക്ഷെ ഇപ്പം മഴ കാണുമ്പോൾ കൊതിയാണ്. എല്ലാവർക്കും അങ്ങനെ തന്നെയാണെന്ന് അറിയാം. ഇപ്പോൾ വൈകുന്നേരത്തെ ചായ കുടി കഴിഞ്ഞു. ഇനിയിപ്പോൾ സമയം 7:15 തുടങ്ങി. പിള്ളേർക്ക് ഡിന്നറിനാണ്. പിള്ളേരിന് ഡിന്നറിന് ഞാൻ ഉണ്ടാക്കുന്നത് കിച്ചടിയാണ്. അതിനാദ്യം വേണ്ടത് കുറച്ച് നെയ്യ് ഇങ്ങനെ ഒഴിച്ചു. ഇനി ഇതിലേക്ക് ചെറിയ ഉള്ളി ഇട്ട് വഴറ്റും. ചെറിയ ഉള്ളി ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടും, ജസ്റ്റ് ഒരു 1/4 ടീസ്പൂൺ എന്ന് പറയാം. എന്നിട്ട് തക്കാളി ഇടും. തക്കാളി ഒന്ന് ഉടഞ്ഞ് വരുമ്പോൾ അതിലേക്ക് വെള്ളം 1 കപ്പ് വെള്ളം ഒഴിക്കും. ആവശ്യത്തിന് ഉപ്പ് ഇടും. എന്നിട്ട് ഈ വെള്ളം തിളച്ച് വരുമ്പോൾ നമ്മളതിലേക്ക് 1/2 കപ്പ് റവ ഇട്ടിട്ട് ഇളക്കും. സോ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഇൻഗ്രീഡിയൻ്റ് ആണ്. കുട്ടികൾക്ക് ഇഷ്ടപ്പെടും, എൻ്റെ പിള്ളേർക്ക് ഇഷ്ടമാണ്. നിങ്ങളുടെ പിള്ളേർക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കും. ഇതൊരു ലൂസ് കൺസിസ്റ്റൻസിയിലാണ് ചെയ്യേണ്ടത്. ആവശ്യത്തിന് നെയ്യൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റി ഡിന്നറാണിത്. ഇപ്പം ഞങ്ങളുടെ ഡിന്നർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന തണ്ണിമത്തൻ അഥവാ ചക്കരമത്തൻ എന്നറിയപ്പെടുന്ന ഫ്രൂട്ടാണ്. ഉച്ചയ്ക്ക് ചക്കക്കുരൊക്കെ ഇത് കഴിച്ചതല്ലേ, ഒന്ന് സെറ്റ് ആവട്ടെ വയറ്. അങ്ങനെ ഡിന്നർ കഴിഞ്ഞു. കുട്ടീസ് ഉറങ്ങി, വലിയ കുട്ടി ഉറങ്ങി. ഈ സമയത്ത് ഞാൻ പതുക്കെ ഹാളിലേക്ക് എസ്കേപ്പ് ആകും. എന്നിട്ട് എന്തെങ്കിലും പെൻഡിങ് ആയിട്ട് ഓൺലൈനിൽ വായിക്കാനുള്ളത് നോക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും മൂവീസ് കാണും. എൻ്റെ ഒരു കുഞ്ഞാങ്ങള ആമസോൺ പ്രൈമിൻ്റെ ലോഗിൻ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. സോ അതിലേതെങ്കിലുമൊക്കെ മൂവീസ് ഇരുന്ന് കാണും. ചില ദിവസം ഫുൾ മൂവി കാണാൻ പറ്റാറുണ്ട്, ചില ദിവസം ഒരു 5 minutes കാണുമ്പോഴേക്കും ഉറക്കം വരും, ചില ദിവസം ഒരു ഇൻട്രസ്റ്റിംഗ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പിള്ളേർ എണീറ്റെന്ന് വരും. സോ ഇന്നിപ്പോൾ എന്തായാലും ഒരു മൂവി ഓൾറെഡി പകുതി കണ്ടുവച്ചിട്ടുണ്ട്, അതിൻ്റെ ബാക്കി കാണാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഗുഡ് നൈറ്റ് ഫ്രം ദ Kakkasserys house.